പി ലത്തീഫ് വ്ളോഗ്സിലെ പുതിയ കാഴ്ചകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഗ്രാമീണ കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഒത്തിരി ഇഷ്ടമാകും. തനിനാടൻ ഗ്രാമീണ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ കൊച്ചു നാടുകളിലൊക്കെ ചെറുകാലങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെയുള്ള വിനോദങ്ങളുണ്ടായിരുന്നു. ഇപ്പം അത്തരം വിനോദങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് മാറി വ്യത്യസ്തമായ മേഖലകൾ കണ്ടെത്തുകയാണ്. എന്തായാലും എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ പരിസര പ്രദേശങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാഴ്ചയും അവരുമായിട്ട് ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള ഒരു ചെറിയ മോട്ടിവേഷൻ കൂടിയാണ്. എന്തായാലും വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശം അറിയിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടർന്നുള്ള കാഴ്ചകളിലേക്ക് പോകാം. അവിടെ നിൽക്കട്ടെ. ഇതിലെന്താ സംഭവം? മീനോ? എത്ര മീൻ കിട്ടി? കുറെ കിട്ടി. ഇതെന്താ പരിപാടി? ഈ മീനെ ഞാൻ കൊണ്ടുപോയി എന്താ ചെയ്യാ? എങ്ങനെ വളർത്തും? ഒരു കുപ്പിയിലൊക്കെ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് വളർത്തും. അപ്പൊ എന്നിട്ട് മീൻ വളരുമോ? മീൻ വളരും. മീനെ കിട്ടിയെങ്കിൽ ഒരുപാട് സന്തോഷം ഉണ്ടാ? അപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ അങ്ങോട്ട്. അപ്പൊ നിങ്ങളെ പോലത്തെ ഒരു സന്തോഷത്തിനല്ല അവരിവിടെ ഓടിക്കളിച്ചത് ഈ ചാലിലൂടെ. അപ്പൊ അവർ ഓടിക്കളിക്കുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ആ കൂട്ടത്തിൽ നിങ്ങൾ പിടിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ മീൻ പിടിക്കാൻ വരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പിടിച്ചുകൊണ്ട് എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങളുടെ സങ്കടം എന്തുമാത്രമായിരിക്കും? നിങ്ങൾക്ക് അറിയില്ലേ? പേടിച്ചിട്ട് അറിയില്ലേ? പേടിയാവല്ലേ? അതേപോലെയാണ് ഇപ്പം അവർ നിങ്ങളെ പോലുള്ള കുട്ടികളാണ്, മീൻകുട്ടികളല്ലേ. അപ്പോൾ അവരങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ നിങ്ങളവരെ പിടിച്ച് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ വീട്ടിൽ കുപ്പിയിലോ മറ്റിലൊക്കെ ആക്കും. നിങ്ങൾ എന്തൊക്കെ സൗകര്യം ഒരുക്കി കൊടുത്താലും ഈ അരുവിയിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന ആ ഒരു സന്തോഷം അവർക്ക് കിട്ടില്ല. മാത്രമല്ല അവരെന്ത് ചെയ്യും? ചത്തുപോവുകയും ചെയ്യും. അവർക്ക് കറക്റ്റ് ഓക്സിജൻ കിട്ടാത്ത ചത്തുപോലെ പോലെ. അപ്പോൾ നമ്മൾ എത്ര മീനുകളൊക്കെ നമ്മളെ പോലെ അവർക്കും ജീവിക്കാനുള്ള അവകാശമല്ലേ? അതുകൂടെ കൂടി ചേരുന്നല്ലേ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം. അപ്പോൾ നിങ്ങളെപ്പോലെ അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് തോന്നുകയാണെങ്കിൽ, അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾ മീൻ എന്ത് ചെയ്യണം? അതിൽ തന്നെ ഒഴിവാക്കണ്ടേ? എന്നാൽ ഒഴിവാക്കി കൂടി. നിങ്ങൾക്ക് എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കണവരാ? 4, 2, 3 ആണല്ലേ. അപ്പം നിങ്ങൾ മീനെ ഒഴിവാക്കിയില്ലേ? ടെൻഷൻ ഉണ്ടോ? വിഷമം ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? അപ്പം നിങ്ങൾ ഈ കുപ്പിയിൽ മീനെ കൊണ്ടായാൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ ഒക്കെ വളർത്തും. അവർക്ക് വേണ്ടമാർക്കുള്ള ഓപ്ഷൻ കിട്ടാതെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഒരു ചത്തുപോകും. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എങ്ങനെ തിന്നാൻ കൊടുത്താലും അവർക്കൊരിക്കലും ഈ ഗ്രാമപ്രദേശങ്ങൾ ഇതുപോലെയൊക്കെയുള്ള അരുവിയിൽ ഓടി നടക്കുന്ന സന്തോഷം കിട്ടാതെ പോകും. അതൊക്കെ അവരെ ജീവിക്കാനുള്ള, അല്ലെങ്കിൽ അവരെ ആരോഗ്യത്തിനത് ബാധിക്കും, അവരെ ആയുസ്സിനത് ബാധിക്കും. അപ്പോൾ നമ്മൾ വെറുതെ ചുമ്മാ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? വീട്ടിൽ കൊണ്ടുപോയി ചത്ത നമ്മൾ പറമ്പ് കൊലിച്ചെറിയും. അതിന് പകരം അവരിതിൽ വളരുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളെപ്പോലെ അവർക്കും ജീവിക്കാനുള്ള അധികാരമല്ലേ, അവകാശമല്ലേ? അപ്പോൾ അവരെ കൂടി ചേർന്ന് ജീവിക്കുന്നതാണ് എന്ത്? നമ്മുടെ ഈ പ്രകൃതിയെ നല്ല കൊണ്ടുനടക്കുന്ന, ഈ പ്രകൃതിയുടെ സൗന്ദര്യം നിലനിർത്താനൊക്കെ കാര്യം. അവർ വലിയ മത്സ്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പിടിച്ച് നമ്മളെന്ത് ചെയ്യും? ഭക്ഷണമായിട്ട് ഉപയോഗിക്കും. ഇതിനെ നമ്മളെന്ത് ചെയ്യില്ല, ഭക്ഷണമായിട്ട് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ചുമ്മാ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? വെറുതെ ഒരു രസത്തിന് ഹോബി എന്ന നിലയ്ക്ക് പിടിച്ച് കൊണ്ടുവന്നു, അവരെ കൊന്ന് നമ്മുടെ അടുത്ത് ചത്തുപോകും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെല്ലുന്നല്ല, എല്ലാത്തിനും ചത്തുപോകും. എന്നിട്ട് നമ്മൾ ചുമ്മാനെ വലിച്ചെറിയും. പകരം എന്ത് ചെയ്യണം? അവർ ജീവിച്ച് വളരട്ടെ അല്ലേ? അപ്പോൾ അതിലെന്നെ ശരി. അപ്പോൾ ആ മീനെ താഴോട്ടിട്ടതിൽ സങ്കടമില്ലല്ലോ. ഓക്കെ, എന്നാൽ ഗുഡ് ബോയ്സ്. ഓക്കെ. പ്രിയമുള്ളവരെ, അറിഞ്ഞുകൊണ്ട് ഒരാളെ നോവിക്കാനും വേദനിപ്പിക്കാനും കുട്ടികൾക്കാകില്ല എന്ന് അവർ തെളിയിക്കുകയാണ്. അവർ ആ മീനിനെ അരുവിയിൽ തന്നെ ഉപേക്ഷിച്ച് അവരുടെ ഗ്രാമത്തിലെ സുന്ദരമായ ദേവർകുളത്തിൽ അവർ എത്തിയിട്ടുണ്ട്. ഇനി അവരുടെ ആഘോഷം ഇവിടെയാണ്. ഇരുളടയുന്ന ആകാശം മഴയുടെ സൂചന നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.